എല്ലാവർക്കും സ്നേഹവന്ദനം. ലോകത്തിൻ്റെ ചരിത്രം അതെങ്ങനെയാണ് പുരോഗമിക്കുന്നത്, പ്രത്യേകിച്ച് ലോകത്തിലെ ദൈവത്തിൻ്റെ പരിപാടിയായ ദൈവരാജ്യം എങ്ങനെ പുരോഗതി പ്രാപിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് മോശെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ശേമിൻ്റെ സന്തതി പരമ്പരയിൽ നിന്നും ദൈവം ഒരു ജനതയെ തയ്യാറാക്കുന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. ദൈവത്തിൻ്റെ വാസത്തിനായി ശേമിൻ്റെ കൂടാരങ്ങളെ ഒരുക്കുന്ന ദൈവം. 26 മുതൽ 32 വരെയുള്ള വചനങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഈ വംശാവലി വന്ന് ഒരു കുടുംബത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് കാണാം. ദൈവത്തിൻ്റെ പരിപാടികൾ ഇനി മുന്നോട്ട് പോകുന്നത് ഈ ഒരു കുടുംബത്തിലൂടെയാണ്. അബ്രഹാമിൻ്റെ കുടുംബം. അബ്രഹാം എന്ന പേര് ഈ സമയത്തായിട്ടില്ല, അബ്രാം എന്നാണ് പേര്. അബ്രാമിൻ്റെ പിതാവിൻ്റെ പേര് തേരഹ് എന്നായിരുന്നു. 26-ാമത്തെ വാക്യം നമ്മളോട് പറയുന്നത് തേരഹിന് 3 ആൺമക്കളുണ്ടായിരുന്നു. അബ്രാം, നാഹോർ, ഹാരാൻ. ഈ 3 ആൺമക്കൾ. അതിൽ ഹാരാൻ ആദ്യം ഈ ഊരെന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പനായ തേരഹ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഹാരാൻ മരിക്കുന്നു. ഹാരാൻ്റെ മകനാണ് ലോത്ത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ നാഹോറിനെ കുറിച്ചും നമുക്ക് സൂചനകളുണ്ട്. പിന്നീട് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അതിനുള്ള പരാമർശങ്ങളുണ്ട്. നാഹോറിൻ്റെ ഒരു കൊച്ചുമകളാണ് റെബേക്ക. ഇസഹാക്ക് വിവാഹം കഴിക്കുന്ന റെബേക്ക എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 29-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ അബ്രാഹാമും നാഹോരും വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. മിൽക്കയെ നാഹോർ വിവാഹം കഴിക്കുന്നു. അബ്രാഹാം സാറായിയെ വിവാഹം കഴിക്കുന്നു. അവിടെ മറ്റൊരു സ്ത്രീയുടെ പേരുകൂടി പറയുന്നുണ്ട്, ഇസ്ക. ബൈബിളിൽ ഈ ഒരു ഭാഗത്ത് മാത്രമേ അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുള്ളൂ. മറ്റൊരു സ്ഥലത്ത് നമുക്ക് അതിനെക്കുറിച്ച് സൂചനകളില്ല. അതുമാത്രമല്ല, ഈ ഇസ്ക ആരാണ് എന്നതിനെക്കുറിച്ചും വ്യാഖ്യാതാക്കളുടെ ഇടയിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ചിലരൊക്കെ പറയുന്നത് ഈ സാറായിയുടെ മറ്റൊരു പേരാണ് ഇസ്ക എന്നാണ്. കാരണം ഇസ്കയെക്കുറിച്ച് പിന്നെ യാതൊരു പരാമർശങ്ങളുമില്ല. എന്നാൽ അങ്ങനെ ആകണമെന്നില്ല. ദൈവത്തിൻ്റെ പരിപാടിയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രസക്തരായിട്ടുള്ള ആളുകളുടെ പേരുകൾ മാത്രമേ ഈ ദൈവവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഒരാളുടെ സന്തതികളെക്കുറിച്ച് മുഴുവൻ വിവരങ്ങളൊന്നും നമുക്ക് ഒരു സ്ഥലത്തും തന്നെ കാണാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ആ രീതിയിൽ ഈ നാഹോർ എന്ന് പറയുന്ന മനുഷ്യൻ വിവാഹം കഴിച്ചത് മിൽക്കയാണ്. അബ്രാം വിവാഹം കഴിച്ചത് സാറായി എന്ന സ്ത്രീയാണ്. മറ്റൊരു ഒബ്സർവേഷൻ നമുക്ക് അവിടെ നിന്ന് കാണുന്നത്, ഇവർ രണ്ടുപേരും ഹാരാൻ്റെ മക്കളായിരുന്നു എന്ന് നമുക്ക് കാണാം. ഈ സാറായിയും അതുപോലെ മിൽക്കയും രണ്ടുപേരും ഹാരാൻ്റെ മക്കളായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലോത്തിൻ്റെ സഹോദരിമാരാണ് ഈ 2 സഹോദരിമാർ. മോശെ അപ്പോൾ ലോത്തിൻ്റെ അളിയനായിട്ട് വരും എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അവിടെ ആ വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്: അബ്രാഹാമും നാഹോരും ഭാര്യമാരെ എടുത്തു. അബ്രാമിൻ്റെ ഭാര്യയ്ക്ക് സാറായി എന്നും നാഹോറിൻ്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേർ. ഇവൾ, അതായത് സാറായി, മിൽക്കയുടെയും ഇസ്കയുടെയും അപ്പനായ ഹാരാൻ്റെ മകൾ തന്നെ. അപ്പോൾ സാറായിയെക്കുറിച്ച് എടുത്ത് പരിചയപ്പെടുത്തുകയാണ്. സാറായി ഹാരാൻ്റെ മകളാണ് എന്ന ഒരു കാര്യം അവിടെ എടുത്തു പറയുകയാണ്. ഈ ഹാരാൻ്റെ മറ്റ് 3 മക്കൾ മിൽക്ക, ഇസ്ക, അതുപോലെ ലോത്ത്, അവരെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ 4 മക്കളുടെ കാര്യം പറയുന്നുണ്ട്. ഇതിൽ ലോത്തിനെ നമുക്കറിയാം, പിന്നീട് ചരിത്രം മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നുണ്ട്. മിൽക്കയും സാറായും ഈ തേരഹിൻ്റെ മറ്റ് 2 മക്കൾ അബ്രാമും നാഹോരും അവരെ വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. ഈ കാലത്തൊന്നും രക്തബന്ധത്തിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹത്തെ ദൈവം വിലക്കിയിരുന്നില്ല. ഭൂമിയിൽ മനുഷ്യർ പെരുകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള നിബന്ധനകളൊന്നും ആ സമയത്ത് വന്നിരുന്നില്ല. പിന്നീട് ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ രക്തബന്ധത്തിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹത്തെ ദൈവം വിലക്കുന്നതായിട്ട്, അതിന് നിയമം കൊണ്ടുവരുന്നതൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ അതിനു മുമ്പ് ഇതൊക്കെ അനുവദനീയമായിരുന്ന ബന്ധങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതിയാവും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ളത്, ഈ ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും അവിടെ അബീമേലെക്ക് സാറായിയെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ വെച്ച് അബ്രാഹാം പറയുന്നത്, ഇവൾ എൻ്റെ പെങ്ങളാകുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൻ്റെ മകളാണ്, എന്നാൽ അമ്മയുടെ മകളല്ല താനും എന്നൊരു പ്രസ്താവന നടത്തുന്നുണ്ട്. അപ്പോൾ അതും ഈ ഒരു വേദഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഹാരാൻ്റെ മകളാണ് സാറായി എന്ന് പറഞ്ഞിരിക്കുന്നത് തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത് എന്ന ഒരു ചോദ്യം കൂടി നമുക്കുണ്ട്. അതിന് വ്യാഖ്യാതാക്കൾ പല സാധ്യതകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലെ ഒരു സാധ്യത, അബ്രാമിൻ്റെ പിതാവായ തേരഹിന്
ഈ അബ്രാമിൻ്റെ അമ്മയെ കൂടാതെ മറ്റൊരു സ്ത്രീ കൂടി ഭാര്യയായിട്ട് ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ ആ സ്ത്രീയിലുള്ള മകളായിരുന്നിരിക്കണം സാറായി എന്ന ഒരു സാധ്യത വ്യാഖ്യാതാക്കൾ ചിന്തിക്കുന്നുണ്ട്. അപ്പം അത് അവിടെ വരുമ്പോൾ അത് ശരിയാണ്, എൻ്റെ അപ്പൻ്റെ മകളാണ്, പക്ഷേ അമ്മയുടെ മകളല്ല എന്ന് പറയുന്ന പ്രസ്താവന ഉൽപ്പത്തി 20-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ പറയുന്ന ആ പ്രസ്താവന ശരിയാണ് എന്ന് വരും. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത്, ഈ 11-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ ഹാരാൻ്റെ മകൾ തന്നെ എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ ശരിയാവും എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിനാണ് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കുറച്ചുകൂടി ശരിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ഓപ്ഷനാണ്. എൻ്റെ അപ്പൻ്റെ മകൾ എന്ന് അബ്രാം പറയുമ്പോൾ മകൾ എന്ന ആ വാക്ക് എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ വാക്ക് കൊച്ചുമകൾ എന്നും അർത്ഥമുള്ള വാക്കാണ്. അതായത് മകൻ്റെ മകളെയും അതേ വാക്കുകൊണ്ട് തന്നെയാണ് വിളിക്കുന്നത്. ആ രീതിയിലാണ് എബ്രായ ഭാഷയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ എബ്രായ ഭാഷയിൽ മകൾ എന്നതിനും അതുപോലെ കൊച്ചുമകൾ അല്ലെങ്കിൽ മകൻ്റെ മകൾ എന്നതിനും ഉപയോഗിക്കുന്ന വാക്ക് ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അബ്രഹാം പറയുകയാണ് എൻ്റെ അപ്പൻ്റെ മകൾ എന്ന് പറയുമ്പോൾ എൻ്റെ അപ്പൻ്റെ മകൻ്റെ മകൾ എന്നുമാകാം. അതിന് യാതൊരു തടസ്സവും വ്യാകരണപരമായിട്ടില്ല, ഭാഷാപരമായിട്ട് ഇല്ല എന്ന് മനസ്സിലാക്കാം. അവരുടെ രണ്ടുപേരുടെയും അമ്മ രണ്ടാണ് താനും. അപ്പോൾ നേരിട്ട് ഒരു പെങ്ങൾ എന്നതിനേക്കാൾ എൻ്റെ അടുത്ത ബന്ധു എന്ന നിലയിലാണ് അബ്രഹാം സാറായി അവതരിപ്പിക്കുന്നത്. പെങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഓൺ സിസ്റ്റർ എന്ന അർത്ഥത്തിലല്ല, കുറച്ചുകൂടി വിശാലമായ ഒരു ബന്ധം എന്ന നിലയിലാണ് അവതരിപ്പിക്കുന്നത്. അടുത്ത ബന്ധു എന്ന നിലയിലാണ് അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് വൈരുദ്ധ്യം കൂടാതെ നമുക്ക് വിശദീകരിക്കാനായിട്ട് സാധിക്കും. സാറായി അബ്രഹാമിൻ്റെ സഹോദരൻ്റെ മകളാണ്, അപ്പൻ്റെ മകൾ അല്ല, അപ്പൻ്റെ കൊച്ചുമകളാണ്, പക്ഷേ സഹോദരൻ്റെ മകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 30-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ ആ കുടുംബത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തെക്കുറിച്ച് പറയുകയാണ്. പ്രത്യേകിച്ച് അബ്രാമിൻ്റെ കുടുംബത്തെക്കുറിച്ച്. അബ്രാമിൻ്റെ ഭാര്യ സാറായി മച്ചിയായിരുന്നു, അവർക്ക് മക്കളില്ലായിരുന്നു എന്നെടുത്ത് അവിടെ രേഖപ്പെടുത്തുകയാണ്. 31-32 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഈ മെസൊപ്പൊട്ടേമിയയിലെ ഊർ എന്ന് പറയുന്ന ദേശത്ത് നിന്ന് എന്തുകൊണ്ട് അവർ ഹാരാനിലേക്ക് പുറപ്പെട്ടു വന്നു എന്നതിനെക്കുറിച്ച് പറയുകയാണ്. തേരഹാണ് ഈ യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. തേരഹ് തൻ്റെ കുടുംബത്തിലെ അവശേഷിക്കുന്ന മക്കളെയും കൂട്ടി, അവശേഷിക്കുന്ന മക്കളെല്ലാവരെയും കൂട്ടിയില്ല, ഹാരാൻ മരിച്ചുപോയി, നാഹോര് ഊരിൽ തന്നെ താമസിക്കുകയാണ്, നാഹോരും മിൽക്കയും ഒക്കെ ഊരിൽ തന്നെ താമസിക്കുകയാണ്. എന്നാൽ ബാക്കിയുള്ള ആളുകൾ അബ്രാം, സാറായി, അതുപോലെ മരിച്ചുപോയ ഹാരാൻ്റെ മകനായ ലോത്ത്, ഇവരെയും കൂട്ടിക്കൊണ്ട് തേരഹ് അവിടെ നിന്ന് കനാൻ ദേശത്തേക്ക് പുറപ്പെടുവാനായിട്ട് യാത്രയായി എന്നാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ദൈവം അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരോട് കനാൻ ദേശത്തേക്ക് പോകാനായിട്ട് പറഞ്ഞു എന്ന് നേരിട്ട് സൂചിപ്പിക്കുന്നില്ല. എന്നാൽ അതാണ് അതിൻ്റെ പുറകിൽ സംഭവിച്ചത്. എന്തുകൊണ്ട് അവർ ആ ദേശത്ത് നിന്ന് പുറപ്പെട്ടു പോന്നു എന്നതിൻ്റെ ഉത്തരം ദൈവം അവരോട് അങ്ങനെ ആവശ്യപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് കാണാം. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ സ്തേഫാനോസിൻ്റെ പ്രസംഗത്തിൽ സ്തേഫാനോസ് പറയുന്നത് ഇങ്ങനെയാണ്: മെസൊപ്പൊട്ടേമിയയിലെ ഊരിൽ ഇരിക്കുന്ന സമയത്ത് തേജോമയനായ ദൈവം അബ്രാഹാമിന് പ്രത്യക്ഷനായി എന്നാണ്. അപ്പോൾ ഊരിൽ വെച്ച് തന്നെ ദൈവം അബ്രാഹാമിന് പ്രത്യക്ഷനായിരുന്നു. അവിടെ വെച്ച് കനാൻ ദേശത്തേക്ക് പോകാനായിട്ട് പറഞ്ഞിരുന്നു. എന്നാൽ ആ കുടുംബത്തിൻ്റെ നാഥൻ എന്ന നിലയിൽ ഈ ദൗത്യം ഏറ്റെടുത്ത് തൻ്റെ കുടുംബത്തെ, അബ്രാഹാം ഉൾപ്പെടെയുള്ള ആളുകളെ മുന്നോട്ട് നയിച്ചത് തേരഹായിരുന്നു എന്ന് നമുക്ക് കാണാം. അങ്ങനെ തേരഹ് വടക്ക് പടിഞ്ഞാറോട്ട് യാത്ര ചെയ്ത്, അതായത് മെസൊപ്പൊട്ടേമിയയിലെ ഊരെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് യാത്ര ചെയ്ത് അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് ഹാരാൻ എന്ന സ്ഥലത്ത് വന്ന് താമസമുറപ്പിച്ചു. ഏതാണ്ട് 950 കിലോമീറ്ററുകളാണ് ഈ മെസൊപ്പൊട്ടേമിയയിലെ ഊരെന്ന് ഹാരാൻ, സിറിയയുടെ ഭാഗമാണ് ഹാരാൻ എന്ന് പറയുന്നത്, അങ്ങോട്ടുള്ള യാത്ര 950 കിലോമീറ്ററുകൾ അവർ ഒട്ടകപ്പുറത്തുമൊക്കെ യാത്ര ചെയ്ത് അവിടെ എത്തി ഹാരാനിൽ താമസമുറപ്പിച്ചു. ഈ ഹാരാൻ എന്നുള്ള പേര് മിക്കവാറും അതിൻ്റെ സാധ്യത ഈ തേരഹ് ആ സ്ഥലത്തിന് ഹാരാൻ എന്ന് പേരിട്ടതായിരിക്കണം. കാരണം മരിച്ചുപോയ തൻ്റെ മകൻ്റെ ഓർമ്മയ്ക്കായിട്ടായിരിക്കണം അവർ പോയി താമസിച്ച ആ സ്ഥലത്തിന് ഹാരാൻ എന്ന പേരിട്ടത് എന്നും ചിന്തിക്കാനായിട്ട് ന്യായമുണ്ട്. ഈ ഹാരാനിൽ വെച്ച് നടക്കുന്ന അതിപ്രധാനപ്പെട്ട ഒരു സംഭവമാണ് തേരഹിൻ്റെ മരണമെന്ന് പറയുന്നത്. ഇപ്പോൾ കുടുംബത്തെ നയിച്ച് കനാനിലേക്കുള്ള യാത്രയിൽ പകുതി ദൂരമൊക്കെ പിന്നിട്ട് ഹാരാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് പാളയമിറങ്ങി. ഇവിടെ ഈ ഹാരാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി മോശ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്.
അബ്രാമിൻ്റെ പിതാവായ തേരഹിൻ്റെ മരണമാണ് ആ സംഭവം. അപ്പോൾ തൻ്റെ കുടുംബത്തെ മെസൊപ്പൊട്ടേമിയയിലെ ഊരിൽ നിന്ന് 950 കിലോമീറ്ററുകളോളം നയിച്ച് കനാനിലേക്കുള്ള യാത്രാമധ്യേ ഹാരാൻ എന്ന സ്ഥലത്ത് സെറ്റിൽ ചെയ്ത് അവിടെ വെച്ച് മരിക്കുന്നതോടുകൂടി തേരഹിൻ്റെ ചരിത്രം അവസാനിക്കുകയാണ്. തുടർന്ന് അബ്രാഹാമിൻ്റെ ചരിത്രം ആരംഭിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.